CPIMന്റെ വയനാട് ജില്ലാ സെക്രട്ടറി ശ്രീ കെ റഫീഖ് ആണ് ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ എനിക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ശ്രീ കെ റഫീഖ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ശ്രീ കെ റഫീഖ്, ഇപ്പം കല്ലാടിയിലെ ഒരു ദുരന്ത പശ്ചാത്തലമാണ് പ്രധാനമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പം ദുരന്തമുണ്ടായിട്ട് 5 ദിവസമാകും, ഇന്ന് 5ാമത്തെ ദിവസമാണ്. ഒരാളെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. അതിനുള്ള തിരച്ചിലുകളൊക്കെ അവിടെ രാവിലെ തന്നെ ആരംഭിച്ചു, നടക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെയും തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനുമായിരുന്നു പരിഗണനയെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് ദുരന്ത കാരണങ്ങൾ ചികയാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വിലയിരുത്തലുകളും അന്വേഷണങ്ങളും ഒക്കെയും നടക്കുന്നുണ്ട്. ഇന്നിപ്പം കൊങ്കൺ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള ആളുകൾ ദുരന്ത ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അപ്പം അങ്ങക്ക് എന്താണ് തോന്നുന്നത്, ഈ ദുരന്ത കാരണമായി വിലയിരുത്തുന്നത് എന്താണ്? ഇവിടെ നിങ്ങൾ പരാമർശിച്ചതുപോലെ ഇവിടെ ഉണ്ടായിട്ടുള്ള ദുരന്തം, അതിലിപ്പം ഒരാളെ കൂടെ കണ്ടെത്താനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഇവിടെ കാണേണ്ട ഒരു കാര്യം, സർക്കാർ സംവിധാനങ്ങളുടെ വലിയൊരു പോരായ്മ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നേരത്തെ ജൂൺ 3 മുതൽ ജൂൺ 11 തീയതി വരെ ഒരു പഠനം നടത്തുകയുണ്ടായി. ജിയോളജിക്കൽ സർവേയുടെ ഭാഗമായിട്ടുള്ള സീനിയർ ജിയോളജിസ്റ്റ് അരുൺകുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സംഘം വന്നുകൊണ്ട് ഇവിടെ പരിശോധന നടത്തി. ആ പരിശോധനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജൂൺ 14 തീയതി തന്നെ ഒരു റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം അടിയന്തരമായി തന്നെ മണ്ണുൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഉൾപ്പെടെ സർക്കാരിനും കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനുമെല്ലാം ഇവർ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ നിലയിലുള്ള നടപടിക്രമം ഉണ്ടായില്ല. അതിനുശേഷം ജൂൺ 20 തീയതി കളക്ടർ തന്നെ ഈ കമ്പനിക്ക്, നിർമ്മാണ കമ്പനിക്ക് ഇത് മണ്ണ് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്. ജൂൺ 25 തീയതി വീണ്ടും ഈ റിപ്പോർട്ടിൻ്റെ, നേരത്തെ പരാമർശിച്ച ജൂൺ 14 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സീനിയർ ജിയോളജിസ്റ്റ് അരുൺകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ജൂൺ 25 തീയതി ഇവിടെ വന്ന് PWയുടെ ഭാഗമായുള്ള സ്പെഷ്യൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തുന്നത്. അവരും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്, ഇത് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സർക്കാർ സംവിധാനങ്ങൾക്ക് അവിടെ അപകട സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി വിവരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് നിർമ്മാണ കമ്പനിക്ക് അതിനെ തുടർന്നുള്ള നോട്ടീസുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് അവർ നിർവഹിച്ചില്ല. അങ്ങനെ നിർവഹിക്കാതിരിക്കുന്ന ഘട്ടത്തിൽ നിർമ്മാണ കമ്പനി അത് നിർവഹിച്ചില്ല എന്ന് പറഞ്ഞൊഴിയാൻ സർക്കാർ സംവിധാനത്തിന് സാധിക്കില്ല. പകരം അത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. ആ കാര്യത്തിൽ വലിയ വീഴ്ചയാണ് സർക്കാരിന് സംഭവിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കൂ, ആ മേഖലയിൽ 2 ദിവസമായി വലിയ മഴ പെയ്തപ്പോൾ അവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടും അങ്ങനെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ഇവിടെ ആ മണ്ണ് ആദ്യം ഇടിഞ്ഞു വന്നിട്ടുള്ള പ്രദേശം, അത് നേരത്തെ തന്നെ ചെറുതായി ഇടിഞ്ഞു വന്നിരുന്നു, മുൻകൂട്ടി അത് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇടിഞ്ഞു വന്ന ഘട്ടത്തിൽ പോലും അവിടെ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ദുരന്ത നിവാരണ അതോറിറ്റിക്കോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായുള്ള സംവിധാനങ്ങൾക്കോ ഇതിൻ്റെ നിർവഹണ ചുമതല എന്ന് പറയുന്നത് PWDക്കാണ്, പൊതുമരാമത്ത് വകുപ്പിനാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പോ ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി തയ്യാറായില്ല എന്ന ഗുരുതരമായ അലംഭാവം ഈ കാര്യത്തിലുണ്ട്. അത് വളരെ ഗൗരവമായി തന്നെ കാണേണ്ട വിഷയമാണ്. നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുണ്ടായ പ്രശ്നങ്ങളോടൊപ്പം തന്നെ അത് ഉറപ്പുവരുത്തുന്നതിൽ സർക്കാർ സംവിധാനവും പരാജയപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ ദുരന്തമുണ്ടായത്, കല്ലാടിയിൽ മണ്ണിടിച്ചിലുണ്ടായത് തുരങ്ക നിർമ്മാണ സ്ഥലത്തിന് 200 മീറ്റർ അകലെയാണെന്നാണ് തുരങ്ക നിർമ്മാണത്തിന്റെ കരാർ ലഭിച്ച കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ പറയുന്നത്. തുരങ്ക നിർമ്മാണത്തിന് വേണ്ടി ലഭിച്ച അംഗീകൃത രൂപകൽപ്പനയും രേഖകളൊക്കെ അനുസരിച്ച് ഈ നിർമ്മാണ മേഖലയുടെ ചരിവ് സംരക്ഷിച്ച ഭാഗത്തല്ല ജൂലൈ 7 മണ്ണിടിച്ചിലുണ്ടായതെന്നാണ് ഇന്നലെ ഇപ്പം ഇവർ പുറത്തിറക്കിയ ഈ വിശദീകരണ കുറിപ്പിൽ പറയുന്നത്. ഇന്നിപ്പോൾ അവർ അവിടേക്ക് വരുന്നുണ്ട്. സർക്കാരും ആദ്യം ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ആ വാദത്തിൽ നിന്ന് പിന്നീട് പോയി. അതൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിരുന്നു, പിന്നീട് പരിശോധിച്ചപ്പോഴാണ് അങ്ങനെ അല്ലെന്ന് മനസ്സിലായതെന്ന് മന്ത്രിമാർ അടക്കം പറയുന്നുണ്ട്. ഇപ്പം അങ്ങ് പരാമർശിച്ച പോലെ PWD മിനിസ്റ്റർ പറഞ്ഞ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു റോളുമില്ല, ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം നിലപാടിൽ നിന്ന് പിന്നോട്ടൊന്നും പോയിട്ടില്ല. പക്ഷെ അപ്പോഴും ജില്ലാ ഭരണകൂടവും ഈ കമ്പനിയും സർക്കാരും ഇവരെല്ലാം പറയുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത കുറവുണ്ട് താനും.
അതെ, ഇവിടെ നമ്മൾ കാണേണ്ടത് മന്ത്രിമാർ പരസ്പരം തങ്ങൾക്ക് ഉത്തരവാദിത്തമല്ല. അതായത് PWD മിനിസ്റ്റർ പറയുന്നു അത് എൻ്റെ വകുപ്പല്ല, എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നു. മറ്റൊരു മന്ത്രി നിർമ്മിതമായിട്ടുള്ള ദുരന്തമാണെന്ന് പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം പിന്നെ അത് പറയാൻ അതിൽ നിന്ന് മാറുന്നു. അതുപോലെ അങ്ങനെ പരസ്പരം പഴിചാരുന്നൊരു കാഴ്ചയാണ്. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ നമ്മൾ വയനാട് ജില്ലയിൽ തന്നെ വലിയ വലിയ ദുരന്തങ്ങൾ ഇതിനു മുമ്പും കണ്ടതാണ്. പക്ഷെ ആ ഘട്ടത്തിലൊന്നും പരസ്പരം മന്ത്രിമാർ പഴിചാരുന്നതോ ഇതിന് കാരണത്തെ സംബന്ധിച്ച് തർക്കിക്കുന്നതോ അല്ല നമ്മൾ കണ്ടത്. പക്ഷേ ഇത് ആദ്യഘട്ടം, ഈ ദുരന്തമുണ്ടായ, ഈ അപകടമുണ്ടായ ആദ്യഘട്ടം മുതൽ മന്ത്രിമാർ പരസ്പരം പഴിചാരുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ നിങ്ങൾ പരാമർശിച്ച പോലെ ഇങ്ങനെ ഒഴിയാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൽ സർക്കാർ നല്ല ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത് റവന്യൂയുടെ ഭാഗമായുള്ള ഭൂമിയായി ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന പ്രദേശം റവന്യൂയുടെ കൈവശം വരുന്ന ഭൂമിയാണ്. അതിന് മുകളിലുള്ള ഭാഗം ഫോറസ്റ്റ് ഭൂമിയാണ്. ആ ഫോറസ്റ്റ് ഭൂമിയിൽ നിന്ന് മണ്ണിടിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ മണ്ണിടിഞ്ഞ ഭാഗം താഴേക്ക് വന്നപ്പോൾ അവിടെ കൂട്ടിയിട്ട മണ്ണും അതുപോലെ തന്നെ കോൺക്രീറ്റ് ഭിത്തി ഉൾപ്പെടെ നേരത്തെ ഇപ്പം ഇതിൻ്റെ മണ്ണിടിഞ്ഞ് വന്നപ്പോഴല്ല 2-3 ദിവസമായി തന്നെ അവിടെ ചെറിയ രൂപത്തിൽ അവിടെ ഈ കോൺക്രീറ്റ് ഭിത്തികളൊക്കെ അടർന്നു വന്നിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി കണ്ട കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മൊത്തത്തിൽ ഇടിയുമെന്ന് സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മുൻകരുതൽ അവർ എടുക്കുന്നില്ല. നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തും ഉണ്ടായില്ല, സർക്കാർ സംവിധാനങ്ങൾ ഇത് ഉറപ്പുവരുന്ന കാര്യത്തിലും അവരുടെ ഭാഗത്തുണ്ടായില്ല. അപ്പോൾ ഫോറസ്റ്റ് ഭൂമിയിൽ നിന്ന്, അതായത് ഇതിന് തൊട്ടു മുകളിലുള്ള ഫോറസ്റ്റ് ഭൂമിയിൽ നിന്ന് മണ്ണിടിഞ്ഞു വന്നു. അത് ഇവിടെ കൂട്ടിക്കിട്ട മണ്ണിലേക്ക് കൂടെ വന്നു. അതുകൂടെ വന്നപ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി വർദ്ധിച്ചത്, വലിയ രൂപത്തിൽ ഫോഴ്സായി മാറിയത് ആ നിലയിൽ വന്നപ്പോഴാണ്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എവിടെയാണ്? മുൻകൂട്ടി ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടെല്ലാം സർക്കാരിൻ്റെ കൈവശമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ. ജൂൺ 14 സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടുണ്ട്. ജൂൺ 20 അതിൻ്റെ അടിസ്ഥാനത്തിൽ കലക്ടർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയ നോട്ടീസും കാര്യങ്ങളുമുണ്ട്. അതിനുശേഷം 25 പൊതുമരാമത്ത് വകുപ്പിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം വന്ന് നൽകിയ റിപ്പോർട്ടുണ്ട്. ഇത്തരം റിപ്പോർട്ടുകളെല്ലാം ഗവൺമെന്റിന് മുമ്പിലുണ്ട്. മുഖ്യമന്ത്രി എന്താ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ ഇവരോട് നിർദ്ദേശിച്ചു, മണ്ണ് മാറ്റാൻ വേണ്ടി നിർദ്ദേശിച്ചു, അത് അവർ ചെയ്തില്ല. അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ വേണ്ടി കഴിയുമോ? ദുരന്ത നിവാരണ നിയമപ്രകാരം തന്നെ അവരത് ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്. ദുരന്ത നിവാരണ അതൊരു നിയമപ്രകാരം തന്നെ അത് ചെയ്യിപ്പിക്കാനും, ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. കാരണം ദുരന്തം ഉണ്ടായതിനു ശേഷം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ഉറപ്പുവരുത്താൻ ദുരന്ത നിവാരണത്തിന് വേണ്ടിയുള്ള അതോറിറ്റിയാണല്ലോ ദുരന്ത നിവാരണ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പം ആ നിലയിലുള്ള ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിച്ചാൽ ഞങ്ങൾക്കിതിൽ പങ്കില്ല. ഞങ്ങൾ ഈ പറയുന്നത് പോലെ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അവർ പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് പറഞ്ഞൊരു സർക്കാർ സംവിധാനം ഇങ്ങനെ പരാതി പറഞ്ഞ് മാറി നിൽക്കാൻ വേണ്ടി കഴിയുമോ? അങ്ങനെ മാറി നിൽക്കാൻ വേണ്ടി കഴിയില്ല. ഇവിടെ മനുഷ്യജീവനുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഇപ്പം ഈ പറഞ്ഞ 7 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിനാരാണ് ഉത്തരവാദി സർക്കാരാണ്. അതുപോലെ നിർമ്മാണ കമ്പനിയും അതിൽ ഉത്തരവാദിത്തമുണ്ട്. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ സർക്കാർ നിർമ്മിത ദുരന്തമായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത്. കാരണം ആ സർക്കാരിൻ്റെ ശ്രദ്ധക്കുറവ് ഈ കാര്യത്തിൽ വലിയ രൂപത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടെ വലിയ മഴ വരും. നിങ്ങൾ നോക്കൂ, അവിടെ മഴ പെയ്ത സമയത്ത്, അത്രയും മഴ പെയ്ത സമയത്ത് കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പോലും വലിയ രൂപത്തിലുള്ള അപാകത സർക്കാരിന് പറ്റിയല്ലോ. റെഡ് അലേർട്ട് അവിടെ പ്രഖ്യാപിച്ചിരുന്നില്ല. അവിടെ 2 ദിവസമായി വലിയ മഴയാണ്. ആ മഴ, ലഭ്യമായ മഴയുടെ അളവനുസരിച്ച് അവിടെ നിലനിൽക്കുന്ന നിയമപ്രകാരം തന്നെ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. പക്ഷേ പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല. അതുപോലെ തന്നെ അതിന്റെ പരിസര പ്രദേശത്തെ ഈ അപകട സാധ്യത റിപ്പോർട്ട് ഉൾപ്പെടെ കണ്ടുകൊണ്ട് അതിന്റെ പരിസര പ്രദേശത്തെ കുടുംബങ്ങളെ പലതരത്തിലുള്ള വീഴ്ചകൾ അവിടെ സംഭവിച്ചിരുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാവുന്ന കാര്യം. പിന്നെ മാത്രമല്ല, ഇപ്പൊ പറഞ്ഞ പോലെ ജൂൺ മാസത്തിലൊക്കെ മഴ പെയ്യും എന്ന കാര്യം നേരത്തെ മുൻകൂട്ടി അറിയാവുന്നതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ പരിശോധിച്ചില്ലേ തുടങ്ങിയ ചോദ്യങ്ങളും ഒക്കെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ശ്രീ കെ റഫീഖ്, ഇപ്പം ഈ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുൻ റിപ്പോർട്ടുകളിലെ പിഴവുകൾക്ക് നിലവിലെ സർക്കാർ ഉത്തരവാദിയല്ലെന്നാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. മലയിടിച്ചിൽ വലിയൊരു പ്രകൃതി ദുരന്തമാണ്. എത്രയോ നാളുകളായുള്ള ആവശ്യമായിരുന്നു ഒരു തുരങ്കപാത വേണമെന്നുള്ളത്. അപ്പം ഈ നിലവിലെ ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് ഇങ്ങനെയുള്ള വികസന പദ്ധതികൾ നിർത്തിവെക്കേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. അതായത് ഇതിൽ കാണേണ്ട കാര്യം, വയനാടിനെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയോടുകൂടി വയനാട്ടിലെ ജനങ്ങൾ ആകെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നോക്കിക്കാണുന്ന ഒരു പദ്ധതിയാണ് തുരങ്കപാത. നമുക്കറിയാമല്ലോ, വയനാട്ടിലേക്കുള്ള യാത്രാ പ്രശ്നം അതീവ രൂക്ഷമാണ്. വയനാട്ടിലെ ചുരം
എല്ലാ ഘട്ടത്തിലും വലിയ രൂപത്തിലുള്ള ഗതാഗത തടസ്സം മൂലം വലിയ പ്രതിസന്ധിയാണ് വയനാട്ടുകാർ അഭിമുഖീകരിക്കുന്നത്. ഇവിടെ പലപ്പോഴും മഴ പെയ്താൽ ചെറിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും വയനാട് ഒറ്റപ്പെട്ടു പോവുകയാണ്. വയനാട്ടിലേക്ക് വരാനോ വയനാട്ടിന് പുറത്തേക്ക് പോകാനോ കഴിയാത്ത രൂപത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു. വയനാടിൻ്റെ വികസനത്തിനുൾപ്പെടെ വലിയ തടസ്സം സൃഷ്ടിക്കുന്നു. വയനാട്ടിലെ യാത്രാ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നൊരു സ്ഥിതി വയനാട്ടിലുണ്ട്. ഈ ഒരു സാഹചര്യം എല്ലാം പരിഗണിച്ചുകൊണ്ടാണ്, എല്ലാ പഠനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ഇവിടെ തുരങ്കപാത എന്നൊരു പദ്ധതി വയനാടിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ LDF സർക്കാരിൻ്റെ കാലത്ത് നടത്തിയത്. പഠനം പൂർത്തീകരിച്ചു എന്ന് മാത്രമല്ല, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുവാദം ലഭിച്ചു. ആ അനുവാദത്തിനെതിരെ ഹൈക്കോടതിയെ ചിലർ സമീപിച്ചു. ഹൈക്കോടതി എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചുകൊണ്ട് ആ പരിസ്ഥിതി മന്ത്രാലയം നൽകിയിട്ട് അനുമതിയെ ശരിവെച്ചു. തുരങ്കപാതയും മുന്നോട്ട് പോകാമെന്ന് കോടതി വിധി പുറപ്പെടുവിച്ചു. അതിനുശേഷം പരമോന്നത കോടതിയായ സുപ്രീം കോടതിയെ ചിലർ സമീപിച്ചു. സുപ്രീം കോടതിയും എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ട് അന്തിമ വിധി പുറപ്പെടുവിച്ചു. അവിടെ തുരങ്കപാത നിർമ്മിക്കാൻ പരിസ്ഥിതി അനുവാദം കിട്ടിയത് ശരിവെച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചു. അങ്ങനെ ജുഡീഷ്യറിയും അതുപോലെ തന്നെ ഗവൺമെൻറ് സംവിധാനങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് ഇതിന് അനുവാദം നൽകിയത്. അതിൻ്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. ഇവിടെ ഉണ്ടായിട്ടുള്ളത് നിർമ്മാണത്തിൻ്റെ ഈ തുരങ്കപാത എന്ന പദ്ധതിയുടെ പ്രശ്നമല്ല, അതിൽ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്ത് വന്ന അപാകതയുണ്ട്. അതിപ്പോൾ മഴ പെയ്യുന്ന ഘട്ടത്തിൽ വന്നിട്ടുള്ള ഈ പറയുന്ന മോണിറ്ററിങ്ങിൻ്റെ കാര്യത്തിൽ, സുരക്ഷ ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള പോരായ്മയുണ്ട്. അത്തരം പോരായ്മകൾ ഇല്ലാതാവുക, ആ പോരായ്മകൾ വരാതെ ഇനി നോക്കുക എന്നതാണ് ചെയ്യേണ്ടത്, അല്ലാതെ പദ്ധതി ഉപേക്ഷിക്കുക എന്നതല്ല ചെയ്യേണ്ടത്. പദ്ധതി വയനാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വയനാടിൻ്റെ യാത്രാ പ്രശ്നം മാത്രമല്ല, വയനാട്ടിലേക്ക് ഈ പദ്ധതി വരുന്നതോടുകൂടി വയനാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യത എന്ന് പറയുന്നത് ടൂറിസം സാധ്യതയാണ്. ആ ടൂറിസം സാധ്യത വലിയ രൂപത്തിൽ വർദ്ധിക്കും. അതുപോലെ തന്നെ വ്യവസായശാലകൾ ഉൾപ്പെടെ വയനാട്ടിലേക്ക് വരാൻ ഗതാഗത മാർഗം സുഗമമാവുമ്പോൾ വയനാട്ടിലേക്ക് വരാൻ വേണ്ടി കഴിയും. കാരണം ബാംഗ്ലൂരുമായി അടുത്ത പ്രദേശമാണ്. ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള പാത വലിയ രൂപത്തിൽ എളുപ്പമാക്കുന്ന പാതയാണ്. ആ നിലയിൽ നമുക്ക് വയനാടിനെ സംബന്ധിച്ച് സമഗ്ര വികസനത്തിന് സാധ്യമാകുന്ന ഈ തുരങ്കപാത ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ പാടില്ല. പഠനങ്ങൾ ഇനിയും ആവശ്യമുള്ളതെല്ലാം നടത്തിക്കൊണ്ട്, അതിനെയൊന്നും നമുക്ക് എതിർപ്പില്ല. മനുഷ്യരുടെ ജീവന് സുരക്ഷിതത്വം വരുത്തിക്കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷേ ഇത് പദ്ധതിയുടെ അപാകതയല്ല, പകരം പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ ഭാഗത്തു നിന്ന് പോരായ്മയുണ്ട്. ഈ പറഞ്ഞ ശ്രദ്ധിക്കേണ്ട, മഴ പെയ്ത സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഗവൺമെൻറ് ഇതിനെല്ലാം ഉറപ്പുവരുത്തേണ്ട വകുപ്പും ഗവൺമെൻറ്റും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മഴ പെയ്യുമ്പോൾ അതിന് സുരക്ഷ ക്കേണ്ട ഗവൺമെന്റ് ആ നിലയിൽ ഇടപെടുന്നതിലും വന്നിട്ടുള്ള പോരായ്മയാണ്. ആ പോരായ്മ മുൻനിർത്തിക്കൊണ്ട് പദ്ധതി ഉപേക്ഷിക്കുക എന്നതിലേക്ക് പോകുന്നത് വയനാടിൻ്റെ വികസനത്തെ എതിർ നിൽക്കുന്ന നിലപാടാകും. അങ്ങനെ ഒരു നിലപാടിലേക്ക് ഗവൺമെന്റ് സംവിധാനം പോകാൻ വേണ്ടി പാടില്ല എന്നതാണ് ഞങ്ങളുടെ നിലപാട്. ഓക്കെ, പക്ഷേ വ്യക്തമാണ്. ശ്രീ കെ റഫീഖ്, ഇനി ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് പോകണമെങ്കിൽ, ഇന്നലെ അങ്ങ് സോഷ്യൽ മീഡിയയിൽ ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്. പ്രതിപക്ഷ നേതാവ് അനീഷിൻ്റെയും സൈനയുടെയും വീട് സന്ദർശിച്ചത്. ആ മൊമെന്റിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടാകും മനസ്സിൽ. ഇപ്പം എല്ലാവർക്കും അതൊരു വലിയ സങ്കടവും ഒക്കെയാണ്. ഇപ്പം സൈനയൊക്കെ കാണുമ്പോഴും ആ വീട് കാണുമ്പോഴും വീടിനുള്ളിലെ ചിത്രങ്ങളൊക്കെ കണ്ട സമയത്തുമൊക്കെ നമ്മുടെയും ഒക്കെ മനസ്സൊന്നും ഉലഞ്ഞതാണ്. അങ്ങക്ക് ആ സമയത്ത് എന്തായിരുന്നു മനസ്സിൽ തോന്നിയ കാര്യം? എന്തായിരുന്നു ആ ഒരു മൊമെന്റ്? എന്തായിരുന്നു? അല്ല തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതുപോലെ അത് നമ്മളെയെല്ലാം വല്ലാത്തൊരു മനസ്സിനെ സംബന്ധിച്ച് ആ കുടുംബം മാത്രമല്ല, ഈ ദുരന്തത്തിൽപ്പെട്ട എല്ലാവരുടെയും പ്രയാസങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. നമ്മളെല്ലാം നേരിട്ട് ആ അപകടം ആ സമയം മുതൽ അവരോടൊപ്പം നിൽക്കുന്നവരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പം അവിടെ അനീഷിൻ്റെ നേരത്തെ അനീഷിന് അവിടെ ഈ 3 കുട്ടികളെയും നഷ്ടപ്പെട്ടു പോയിരുന്നു. ഈ ദുരന്തത്തിൽ 3 മക്കളെയും നഷ്ടപ്പെട്ടു പോയി. അവരുടെ ജീവിക്കുന്ന പോലെയുള്ള ചിത്രങ്ങളാണ് അവിടെ വരക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ അവർ തന്നെ അവിടെ പഠനമുറി എല്ലാ ടൗൺഷിപ്പിലെ വീടുകളിൽ പഠനമുറി സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ആ പഠനമുറി തങ്ങളുടെ മക്കൾക്കായി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവിടെ അതിനുവേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ്. വല്ലാത്തൊരു ഇതാണ് അവിടെ ഉള്ളത്. അവിടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ അവിടെ വരുമ്പോൾ അനീഷ് ഈ വീട്ടിൽ സമയത്ത് എന്നെ വിളിച്ചു. ഈ പരിപാടിക്ക് വിളിച്ച് ഞങ്ങളൊക്കെ പോയിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹമായിരുന്നു, സഖാവ് പിണറായി ഞങ്ങളെ ചേർത്ത് നിർത്തിയ അന്നത്തെ മുഖ്യമന്ത്രിയെ ഇവിടെ ഒന്ന് എത്തിക്കാൻ സാധിക്കുമോ എന്നത്. അപ്പോൾ ഇവിടെ ദുരന്തം ഉണ്ടായ ഘട്ടത്തിൽ അവിടെ വന്നപ്പോഴാണ് അദ്ദേഹത്തോട് ഈ കാര്യം പറയുന്നത്.
അതിനെന്താ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടിലെ ആളുകളോടൊന്ന് അവിടെ വരാൻ സാധിക്കുമെങ്കിൽ പറഞ്ഞാൽ, എല്ലാ വീടും സന്ദർശിക്കാൻ കഴിയില്ല, അതുകൊണ്ട് എല്ലാവരെയും ഒന്ന് കാണായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ പേര് അവിടെ ഉള്ളവരൊക്കെ ഓടി അവിടെ എത്തി. അത് ഒരു വല്ലാത്തൊരു നിമിഷമാണ്. നമുക്ക് എങ്ങനെയാണ് വിശദീകരിക്കേണ്ടതെന്ന് അറിയില്ല. അനീഷിനെ ദുരന്തത്തിൽ മക്കൾ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു പോയവരാണ്. അദ്ദേഹത്തിൻ്റെ ജീവനോപാധിയായിരുന്ന ജീപ്പ്, ജീപ്പ് ഓടിച്ച ജീപ്പ് ഡ്രൈവറായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പോൾ അന്ന് അനീഷിന് DYFIയുടെ ഭാഗമായി ജീപ്പ് വാങ്ങിക്കൊടുത്ത് അദ്ദേഹത്തിന് ഉപജീവന മാർഗത്തിന് വേണ്ടി ആ ഘട്ടത്തിൽ നമ്മൾ ഇടപെട്ടതാണ്. അപ്പം അങ്ങനെ വല്ലാത്തൊരു പ്രയാസം അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ അവരെ സംബന്ധിച്ച്. അവിടെ അങ്ങനെ പിണറായി സഖാവ് അവിടെ വന്നത് വലിയ ഒരു ആശ്വാസമായി അവർ പറയുന്ന നിലയുണ്ടായി. അത് അങ്ങനെ ഒരു കാര്യത്തിന് ഇടപെടാൻ കഴിയുന്നതിലുള്ള ഒരു സംതൃപ്തി തീർച്ചയായിട്ടും ആ കാര്യത്തിലുണ്ട്. അവരോടൊപ്പം എല്ലാ കാലത്തും നിൽക്കും. ഇപ്പം തെരഞ്ഞെടുപ്പുമായി പശ്ചാത്തലത്തിൽ ചില ചർച്ചകളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയവും പരാജയവും ഒന്നും വെച്ചുകൊണ്ടല്ല ഈ പറയുന്ന ടൗൺഷിപ്പും ദുരന്തബാധിതരെയും ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ നോക്കിക്കാണുന്നത്. അവരോടൊപ്പം ഏത് ഘട്ടത്തിലും ഉണ്ടാവുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതെല്ലാ ഘട്ടത്തിലും അവരോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ആ കാര്യത്തിലുള്ളത്. വ്യക്തമാണ്. ശ്രീ കെ റഫീഖ്, അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അതായത് ലോകകപ്പ് നടക്കുന്നുണ്ടല്ലോ, അങ്ങൊരു തികഞ്ഞ അർജന്റീന ഫാൻ ആണെന്നും അറിയാം. കഴിഞ്ഞ ദിവസം ബ്രസീൽ പുറത്തായ സമയത്ത് വീവസ് ദിഫിനെയൊക്കെ ട്രോളി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഒക്കെ കണ്ടിരുന്നു. ഇനിയിപ്പം ക്വാർട്ടർ മത്സരങ്ങൾ നടക്കുകയാണ്, എന്താണ് പ്രതീക്ഷ? അല്ല, തീർച്ചയായിട്ടും ഞാൻ ഈ ചെറുപ്പം മുതലേ അർജന്റീനയുടെ കടുത്ത ആരാധകനാണ്. അപ്പം ഞാൻ ഈ ഫുട്ബോൾ രംഗത്ത് പരമാവധി സംഘാടകനായി എപ്പോഴും ഇടപെടുന്നതാണ്. ഞാൻ വയനാട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് ഇപ്പോൾ നിലവിൽ. അപ്പോൾ അർജന്റീന നമ്മളെ മനസ്സിൽ കയറിയിട്ടുള്ള അങ്ങനെ കടുത്ത ആരാധകനായി നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഏത് ഘട്ടത്തിലും അർജന്റീനയോടൊപ്പം തന്നെയാണ്. അർജന്റീന ഇത്തവണയും കപ്പടിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. അപ്പോൾ ആ നിലയിൽ തന്നെയാണ് പ്രതീക്ഷകളുള്ളത്. നല്ല നിലയിൽ തന്നെയാണ് മികച്ച ടീമുകളുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോൾ സ്പെയിൻ ഇപ്പോൾ ജയിച്ചിരിക്കുന്നു, ഫ്രാൻസ് മികച്ച ടീമാണ്, സ്വിറ്റ്സർലാൻഡിനോടാണ് അടുത്ത അർജന്റീനയുടെ കളി നാളെ പുലർച്ചെ. മികച്ച പ്രതിരോധമുള്ള ടീമാണ് സ്വിറ്റ്സർലാൻഡ്. പക്ഷേ ആ പ്രതിരോധത്തേക്ക് അതിജീവിച്ചുകൊണ്ട് മെസ്സിയുടെ ഗോൾ ഉണ്ടാകും, അർജന്റീന വിജയിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കടുത്ത അർജന്റീന ആരാധകൻ എന്ന നിലയിൽ ഞാനുള്ളത്. ഓക്കെ, ശ്രീ കെ റഫീഖ്, അപ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ.